മക്കളോടുള്ള സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയാതെ ബുദ്ധിമുട്ടുന്ന പേരൻസ് വാങ്ങിക്കൊടുക്കുന്ന സാധനങ്ങളാണ് ടോയ്സ്. പലപ്പോഴൊക്കെ കുട്ടികൾ വാശി പിടിച്ചിട്ടും ചിലപ്പോഴൊക്കെ വാശി കാണിക്കാതിരിക്കുന്ന സമയത്തും നമ്മളുടെ സ്നേഹം ഒഴുകുന്നത് ടോയ്സിലൂടെയാണ്. അക്കോർഡിംഗ് ടു ദ ലേറ്റസ്റ്റ് സ്റ്റഡി ആൻഡ് റിസർച്ച്, ഈ അധികമായി കൊടുക്കുന്ന ടോയ്സ് കുട്ടികൾക്ക് വില്ലന്മാർ തന്നെയാണ്. കുട്ടികളിൽ അമിതമായി ടോയ്സ് ഉപയോഗിക്കുന്നവരിൽ കോൺസെൻട്രേഷൻ കപ്പാസിറ്റി കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കുട്ടികൾ വളരെ ഓവർവെൽംഡ് ആവുകയും കുട്ടികളിൽ കൃത്യമായ ഫോക്കസ് നഷ്ടപ്പെടുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. കുട്ടികളിൽ ഷിഫ്റ്റ് ഫോക്കസ് സംഭവിക്കുകയും അതിൽ നിന്ന് അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ ഗ്രോത്തിനെ അത് ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അക്കോർഡിംഗ് ടു ദ ലേറ്റസ്റ്റ് സ്റ്റഡി അഗെയിൻ, ഒരു കുട്ടിക്ക് കൃത്യമായ പ്രോപ്പർ ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കണമെങ്കിൽ ഹി ഹാവ് ടു എൻഗേജ് ഇൻ ആൻ ആക്ടിവിറ്റി ഫോർ എ ലോങ് ടൈം. ഒരു ആക്ടിവിറ്റിയിൽ തന്നെ കുറെ നേരം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് കുട്ടികളിൽ പ്രോപ്പർ ആയിട്ട് ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുക. അതുപോലെ തന്നെ ഓവർ ആയിട്ടുള്ള ടോയ്സിന്റെ ഇടയിൽ കളിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് സ്റ്റിമുലേറ്റ് ആവുകയും അവർ റെസ്റ്റ്ലെസ് ആവുകയും അങ്ങനത്തെ കുട്ടികളിൽ അധികമായി ടാൻഡ്രംസ്, വാശിയൊക്കെ കാണാൻ സാധിക്കും. ഇതിനൊക്കെ അപ്പുറമായിട്ടും ഓവറായി ടോയ്സ് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ടോയ്സിനോടുള്ള വാല്യൂ, അതിനോടുള്ള മൂല്യമൊക്കെ നഷ്ടപ്പെടും. കുട്ടികളുടെ ഇമാജിനേഷനെ അത് വളരെ റോങ് ആയിട്ട് ബാധിക്കും. കുട്ടികൾക്കൊന്നും ഇമാജിനേറ്റ് ചെയ്ത് കളിക്കാൻ ആവശ്യം വരുന്നില്ല. എല്ലാ ടോയ്സും കുട്ടികളുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ അവരുടെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുന്നു. സോ അക്കോർഡിംഗ് ടു ദ സ്റ്റഡി അഗെയിൻ, ഒരു കുട്ടിക്ക് ഒരു സമയം മാക്സിമം 2 ടോയ്സിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല. ഈ കാര്യം പാരന്റ്സ് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും അവരുടെ കോൺസെൻട്രേഷൻ, അറ്റൻഷനും എല്ലാം ടോയ്സും ഒരു കാരണമാണ്.